നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളും ശരിക്കും നിങ്ങൾ തന്നെയാണോ എടുക്കുന്നത്? അതോ മറ്റാരോ എഴുതി വെച്ച ഒരു സ്ക്രിപ്റ്റിലൂടെയാണോ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നിയേക്കാം. പക്ഷേ മനഃശാസ്ത്രവും ആധുനിക ന്യൂറോ സയൻസും തരുന്ന ഉത്തരം വളരെ വ്യക്തമാണ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണാൻ തീരുമാനിച്ചതുൾപ്പെടെയുള്ള നിങ്ങളുടെ 95% തീരുമാനങ്ങളും നിങ്ങളല്ല എടുക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലിരുന്ന് പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ഉപബോധ മനസ്സാണ്. നമ്മൾ വളരെ അഭിമാനത്തോടെ കൊണ്ടു നടക്കുന്ന നമ്മുടെ ബോധ മനസ്സിനെ ഒരു സെക്കൻഡിൽ വെറും 40 ബിറ്റ് ഇൻഫർമേഷൻസ് മാത്രമേ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കൂ. പക്ഷേ ഇതേ സമയം തന്നെ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒരു സെക്കൻഡിൽ പ്രോസസ്സ് ചെയ്യുന്നത് ഏകദേശം 11 ദശലക്ഷം ഇൻഫർമേഷനുകളാണ്. നമ്മളിവിടെ വെറും ഒരു യാത്രക്കാരൻ മാത്രമാണ്. വണ്ടി ഓടിക്കുന്നത് ഈ ഉപബോധ മനസ്സാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ പടുകൂറ്റൻ ശക്തിയെ എങ്ങനെ നമ്മുടെ വരുതിയിലാക്കാം, എങ്ങനെ നമ്മുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതിനെക്കുറിച്ചാണ്. എവിടെ നിന്നാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ഈ പഴയ പ്രോഗ്രാമുകളൊക്കെ വന്നത്? നിങ്ങൾ ജനിച്ചത് മുതൽ ഏകദേശം 7 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ, ആ സമയത്ത് നിങ്ങളുടെ തലച്ചോറ് പ്രവർത്തിച്ചിരുന്നത് തീറ്റ എന്നുള്ള വളരെ മെല്ലെയുള്ള, വളരെ മൃദുവായിട്ടുള്ള തരംഗങ്ങളിലൂടെയാണ്. മുതിർന്നവരിൽ അതിഗാഠമായിട്ടുള്ള ധ്യാനത്തിലോ അല്ലെങ്കിൽ ഹിപ്നോസിസിലോ മാത്രം കാണുന്ന ഒരവസ്ഥയാണ് ഈ തേറ്റ. അതായത് ആ പ്രായത്തിൽ നിങ്ങൾ കേട്ട നെഗറ്റീവ് വാക്കുകൾ, പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ മാതാപിതാക്കളുടെ ആശങ്കകൾ, നിങ്ങളുടെ കഴിവുകളെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ വിലയിരുത്തലുകൾ, ഇതെല്ലാം നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ഒരു ഹിപ്നോട്ടിക് സജഷൻ പോലെയാണ് കടന്നുകൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് ശേഷം ഇന്നും യാതൊരു കാരണങ്ങളുമില്ലാതെ നിങ്ങൾക്ക് തോന്നുന്ന ഭയത്തിനും ആത്മവിശ്വാസക്കുറവിനുമെല്ലാം കാരണം അന്ന് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട ആ പഴയ പ്രോഗ്രാമുകളാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഭാരതീയ ആത്മീയത ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരിതിനെ സംസ്കാരങ്ങൾ എന്നാണ് വിളിച്ചത്. അതായത് ജന്മജന്മാന്തരങ്ങളായിട്ട് മനസ്സിലടിഞ്ഞുകൂടിയ പാടുകൾ. ഇന്ന് ആധുനിക ശാസ്ത്രം ഇതിനെ ന്യൂറൽ പാത്ത് വേകൾ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ നിങ്ങൾ ബോധവാനാകുന്നില്ല എങ്കിൽ ഈ പഴയ പാറ്റേണുകൾ നിങ്ങളുടെ ജീവിതത്തെ നയിക്കും. നിങ്ങളതിനെ വിധി എന്ന് വിളിക്കും. അതിന് കീഴടങ്ങി ജീവിക്കും. ഈ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രകൃതിയാൽ തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു മാന്ത്രിക ജാലകമുണ്ട്. രാത്രി ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതിന് തൊട്ട് മുൻപുള്ള സമയം, അതുപോലെ തന്നെ രാവിലെ ഉറക്കമുണർന്നതിന് ശേഷമുള്ള ആദ്യത്തെ കുറച്ച് മിനിറ്റുകൾ. ഈ സമയത്ത് ബോധമനസ്സിൻ്റെ യുക്തികൾ, പ്രതിരോധം, ഇതെല്ലാം ഏറെക്കുറെ വിശ്രമത്തിലായിരിക്കും. ആ സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ഏതൊരു നിർദ്ദേശവും നിങ്ങളുടെ ഉപബോധ മനസ്സ് സത്യമായിട്ട് സ്വീകരിക്കും. എങ്ങനെയാണ് ഈ സമയം ഉപയോഗിക്കേണ്ടത്? ഉപബോധ മനസ്സിനോട് സംസാരിക്കാൻ പ്രത്യേകമായിട്ടുള്ള ഒരു ഭാഷയുണ്ട്. ഒന്നാമതായിട്ട് ഉപബോധ മനസ്സിന് ഇല്ല, അല്ല, ഈ പറയുന്ന വിധത്തിലുള്ള വാക്കുകൾ അറിയില്ല എന്നുള്ളതാണ്. എനിക്ക് ഇനി ടെൻഷൻ ഉണ്ടാകില്ല എന്ന് പറയുന്നതിന് പകരം ഞാൻ തികഞ്ഞ ശാന്തതയിലാണ് എന്ന് പോസിറ്റീവായിട്ട് നല്ല ഫീലോടുകൂടി പറയണം. രണ്ടാമതായിട്ട് ഭാവി കാലത്തെ ഒന്ന് മാറ്റി നിർത്തണം. നിങ്ങളുടെ പ്രോഗ്രാം എപ്പോഴും വർത്തമാനകാലത്തിൽ തന്നെ ആയിരിക്കണം. ഞാൻ എന്നിലെ ഏറ്റവും മികച്ച വ്യക്തിത്വത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയണം. മൂന്നാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് വൈകാരികമായിട്ടുള്ള ആ ഒരു അനുഭവത്തോടു കൂടി. അതായത് വെറുതെ എങ്ങനെയെങ്കിലും കുറച്ച് വാക്കുകൾ തത്തയെപ്പോലെ ഉരുവിട്ടാൽ ഒന്നും സംഭവിക്കില്ല, ഒരു മാറ്റവും വരില്ല. മറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം അത് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുന്ന ആ സന്തോഷമില്ലേ, ആ വൈകാരികമായിട്ടുള്ളൊരു തള്ളിക്കയറ്റമില്ലേ, അത് ഇപ്പോൾ ഈ നിമിഷം തന്നെ അനുഭവിക്കണം.
ആ വൈകാരിക അവസ്ഥയിൽ നിലനിന്നുകൊണ്ട് നിങ്ങളുടെ പുതിയ വ്യക്തിത്വം, നിങ്ങളുടെ പുതിയ ഐഡൻറ്റിറ്റി ഒന്ന് മനസ്സിൽ ദൃശ്യവൽക്കരിക്കണം, മനസ്സിൽ പൂർണ്ണമായിട്ടൊന്ന് കാണണം. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കും, ഇതൊക്കെ ഒറ്റയ്ക്ക് എനിക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന്. വർഷങ്ങളായിട്ട് നമ്മുടെ ഉള്ളിൽ വേരുറച്ചു പോയിരിക്കുന്ന ഭയങ്ങളെയും സ്വയം തോൽപ്പിക്കുന്ന ചിന്തകളെയുമൊക്കെ എളുപ്പത്തിൽ വെട്ടിമാറ്റിയെടുക്കാൻ സാധിക്കുമോ എന്ന്. ഇവിടെയാണ് യഥാർത്ഥ ആൽക്കമി സംഭവിക്കുന്നത്. നിങ്ങൾക്കറിയാം, വിലയില്ലാത്ത ഇരുമ്പിനെ സ്വർണമാക്കി മാറ്റുന്ന പുരാതന വിദ്യയാണ് ആൽക്കമി എന്ന്. പക്ഷേ യഥാർത്ഥ ആൽക്കമി സംഭവിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലാണ്. നമ്മുടെ ഉള്ളിലെ ഭയങ്ങളെയും ദുഃഖങ്ങളെയും പരിമിതികളെയും പരാജയഭീതിയെയുമെല്ലാം ആത്മവിശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിജയത്തിൻ്റെയും എല്ലാം സ്വർണമാക്കി മാറ്റുന്ന ആ ശാസ്ത്രീയ പ്രക്രിയ. നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഒരു പൂർണ്ണമായിട്ടുള്ള മാറ്റം ആഗ്രഹിക്കുന്നു എങ്കിൽ മനഃശാസ്ത്രത്തിൻ്റെയും ആത്മീയതയുടെയും കൃത്യമായിട്ടുള്ള അടിത്തറയാൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന നമ്മുടെ ആൽക്കമി 2.0 എന്നുള്ള പരിശീലന പരിപാടിയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആൽക്കമി 2.0 വെറും ഒരു ക്ലാസ് അല്ല, മറിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ എങ്ങനെ കൃത്യമായിട്ട് റീപ്രോഗ്രാം ചെയ്യാം എന്നും നിങ്ങളുടെ ഉള്ളിലെ അനന്തമായിട്ടുള്ള ആ സാധ്യതകളെ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാം എന്നും നമ്മൾ ഇതിൽ പ്രായോഗികമായിട്ട് പരിശീലിക്കുന്നുണ്ട്. നിങ്ങളുടെ പഴയ ഞാൻ എന്നുള്ള ആ വ്യക്തിത്വത്തിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പുതിയ വ്യക്തിത്വത്തിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ജേണിയാണ് ആൽക്കമി 2.0. ഈ പരിശീലനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന 8086089337 എന്നുള്ള നമ്പറിലോ 7736298611 എന്നുള്ള നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാം. സീറ്റുകൾ വളരെ പരിമിതമായതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കണം. ഓർക്കണം, ഒരു രാത്രി കൊണ്ടോ അല്ലെങ്കിൽ കേവലം ഒരു പകൽ കൊണ്ടോ ഒന്നും അത്ഭുതങ്ങൾ സംഭവിച്ചു എന്ന് വരില്ല. പക്ഷേ കൃത്യമായിട്ടുള്ള പരിശീലനത്തിലൂടെ നിങ്ങളുടെ തലച്ചോറിൻ്റെ ഘടന ഉറപ്പായിട്ടും മാറും. നിങ്ങളുടെ ആ പഴയ വ്യക്തിത്വം പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചുകൊണ്ട് അത്ഭുതകരമായിട്ടുള്ള പുതിയ വ്യക്തിത്വത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കും. ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ കണ്ണുകളടച്ച് ആ മാന്ത്രിക ജാലകത്തിലൂടെ നിങ്ങളുടെ ഉപബോധ മനസ്സിന് പുതിയ ഒരു നിർദ്ദേശം കൊടുക്കണം. നിങ്ങൾ അസാധാരണമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള പുരോഗതിയുടെ പാതയിലാണ് എന്ന്. ഈ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം കൊണ്ടുവരും എന്ന് ഞാൻ കരുതുന്നു. മനഃശാസ്ത്രത്തിൻ്റെ ഇനിയും ചുരുളഴിയാത്ത രഹസ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഈ വിഷയം മൂല്യവത്തായിട്ട് തോന്നിയെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആ ഒരു സുഹൃത്തിന് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചുവട്ടിലെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം വിട പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.